ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ കരഞ്ഞിട്ട് കാര്യമേ ഇല്ല. അതിന് ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യ ആഴ്ചയിൽ എന്റെ ഉമ്മമാരോട് ഞാനത് പറയാണ്. തുടർന്ന് ഈ വിഷയങ്ങൾ വിശാലമായി നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഉസ്താദേ, മകൻ 10, 12, 22 വയസ്സായി, ഇനി ഇത് കേട്ടിട്ട് എന്റെ മകനെ നന്നാക്കാൻ പറ്റുമോ? നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദുആരക്കാം. അള്ളാഹുവിന്റെ വിധി തടയാൻ ദുആയ്ക്കല്ലാതെ കഴിയില്ല. 95% ക്യാൻസർ പിടിച്ചവൻ രക്ഷപ്പെട്ടത് ഈ ദുആ കൊണ്ടാണ്. 10 ദിവസമായിട്ട് ഹൃദയം തുറന്നു വെച്ചിട്ട് ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്ന കുട്ടി പിടിച്ചു നിന്നത് ഈ ദുആയാണ്. ഹൃദയത്തിന്റെ അകത്ത് സ്തംഭനം വന്നിട്ട് വെന്റിലേറ്ററിലായ നിലകൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പടപ്പുകളുടെ ദുആയാണ്. അങ്ങനെ ദുആ ഭയങ്കരമായ ദുആ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കളെ മക്കളാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ. നിങ്ങളെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുണ്ടല്ലോ, അവൻ പരിശുദ്ധനാണ്, അവൻ നല്ലവനാണ്, നല്ലവളാണ്. പിന്നെ ആരാണ് അവനെ മോശമാക്കുന്നത്? പിന്നെ ആരാണ് അവനെ കള്ളുകുടിയനാക്കുന്നത്? അവനെ ആരാണ് മോശത്തരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത്? ഇത് സുഫിയാൻ ബാക്കവി പറഞ്ഞതല്ല, ഇത് സ്വഹാബാക്കൾ പറഞ്ഞതല്ല, ഇവിടത്തെ മൗലിയാക്കന്മാർ വയറ്റിപ്പഴപ്പിന് പറഞ്ഞതല്ല. ഉമ്മമാരെ, ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരായ അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, അവനെ യഹൂദനാക്കുന്നത്, വയുനസ്സിറാനിഹി, അവനെ നസ്റാനിയാക്കുന്നത്, വയുമജ്ജിസാനിഹി, അവനെ തീയുടെ ആരാധകനാക്കുന്നത് മാതാപിതാക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എപ്പോഴാ ഉസ്താദേ ഈ മക്കൾ നന്നാവാൻ വേണ്ടി, എന്റെ കുടുംബം നന്നാവാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുക? പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ, കല്യാണം കഴിയുമ്പോ ഒരു ചെറുക്കൻ പെണ്ണിനെ ആലോചിക്കുമ്പോ മുതൽ അത് തുടങ്ങാണ്. ഒരു നല്ല ഇണകളാകണം. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ പെണ്ണ് സ്വാലിഹത്താണം ആകണം. എല്ലാ ക്വാളിറ്റിയും ദീൻ നോക്കണം. കഴിഞ്ഞവണ്ണം നമ്മൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പെണ്ണ് സൽവൃത്തയായ പെണ്ണായിരിക്കണം. ദീനീ ചിട്ടയുള്ള, നിങ്ങളെ കാഴ്ചപ്പാടിൽ നല്ല ദീനീ ചിട്ടയുള്ള ചെറുപ്പക്കാരൻ. നമുക്കിനി കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ മക്കളുടെ ജീവിതം നന്നാക്കണം. ഇത് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പ്രായമായ ഉമ്മമാര് വിചാരിക്കും പോലെ കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും ഇതുപോലെ ജീവിക്കാൻ എന്റെ മക്കൾക്കെങ്കിലും നീ തൗഫീക്ക് നൽകണേ എന്ന് ദുആ രക്കണം. തൗഫീക്ക് തരട്ടെ.